നമസ്കാരമുണ്ട്. ഇതെൻ്റെ ഹൈദരാബാദിലെ കള്ളവെടിയാണ്. മൂന്നാമത്തെയാണോ നാലാമത്തെയാണോ എന്ന് ചോദിച്ചാൽ കൺഫ്യൂഷനാണ്. ശരിക്കും ഓർത്ത് നോക്കേണ്ടി വരും. അതായത് അവിടെ രണ്ടുമൂന്ന് സെറ്റപ്പ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അവിടുത്തുകാരാണ്, പിന്നെ അവിടെ വന്ന് താമസിക്കണത് നമ്മുടെ മലയാളി, അങ്ങനെയൊക്കെ എനിക്ക് ഒരുപാട് നൊസ്റ്റാൾജിയ സമ്മാനിച്ച നഗരമാണ് ഹൈദരാബാദ്, സെക്കൻഡരാബാദ്. എൻ്റെ കുറച്ച് ശുക്ലമെന്നല്ല ഞാനവിടെ സ്പെൻഡ് ചെയ്ത്. ഇത് കഷീൻ്റെ പേര് മീന എന്നാണ്. യാദൃച്ഛമാണ് എന്താണ് അറിയില്ല. ഞാൻ പൂനെ ദെഹ്റൂഡ് എന്ന് പറയുന്ന സ്ഥലത്ത് ജോലി എടുക്കുന്ന സമയത്ത് അവിടെ ഫാമിലി ക്വാർട്ടേഴ്സിൽ ഗസ്റ്റായിട്ട് താമസിച്ചിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, മീന. ഈ പെണ്ണിൻ്റെ പേര് മീന. പക്ഷേ ഇവർ തമ്മിൽ അജഗജാന്തര വ്യത്യാസമുണ്ട്. പൂനെയിലും വെച്ച് കണ്ട് മുട്ടിയതും കളിച്ചതുമായിട്ടുള്ള മീന നല്ല കറുപ്പാണ്, കറുപ്പിലും ഒരു അഴകുണ്ട്. പക്ഷേ ഇത് വെളുത്ത സുന്ദരി. സത്യം പറഞ്ഞാൽ ചില സംഭവങ്ങൾ യാദൃച്ഛികമായിട്ടുണ്ടാകും. ഒന്നാമത്തെ, എനിക്ക് ഈ കെട്ടുകാഴ്ചകൾ, എന്തെങ്കിലും സ്ഥലങ്ങൾ പോയി കാണുക, യാതൊരു ത്രില്ലും ഇല്ലാത്ത ആളാണ്. ഒരു ദിവസം രാവിലെ എനിക്കന്ന് പരിപാടിയൊന്നുമില്ല. അപ്പോൾ അവിടെ ഉണ്ട് ഒരു ബിർള മന്ദിറിൻ്റെ അടുത്ത് ഒരു സംഭവം. അതായത് ഈ ബാംഗ്ലൂരിലുള്ള ടെക്നിക്കൽ മ്യൂസിയമൊക്കെ പോലത്തെ ഒരു സംഭവം. അതായത് കുറേ സയൻസ് പരമായിട്ടുള്ള സാധനങ്ങളും ഇതൊക്കെ, പിന്നെ ആസ്ട്രോനോട്ടുകൾ, ഈ ബഹിരാകാശത്ത് പോകണം, അവരുടെ വേഷം, അത് അങ്ങനെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. ബാക്കിൽ കൂടി വന്ന് തല മാത്രം നമ്മളത് ആസ്ട്രോനോട്ടിൻ്റെ ഡ്രസ്സ് ഇട്ടെടുക്കണ ഫീലാവും. വെറുതെ ചുമ്മാ അങ്ങോട്ട് പോയി, ടെക്നിക്കലായിട്ടൊക്കെയുള്ള സംഭവമല്ലേ, വെറുതെ കാണാൻ വിചാരിച്ച് ഞാൻ പോയതാണ്. അത് 1.5 പോക്കായിരുന്നു. ഞാനവിടെ ചെന്ന് കുറച്ച് നേരമൊക്കെ അവിടെ കണ്ടു. അപ്പോൾ അവിടെ ഉണ്ട് ഈ ബിർള, ഏതൊരു പണക്കാരനാണ്, ബിർളേൻ്റെ ഭാര്യൻ്റെ ഓർമ്മക്കായിട്ടാണിത്. ഓർമ്മക്കായിട്ടൊക്കെ ആകുമ്പോൾ ഫ്രീ അല്ലേ ഇത് കാണിച്ചു തരുന്നുണ്ട്. അവിടെ നല്ല ഫീസ് കൊടുക്കണം, നല്ല കച്ചവടം. ബിർളയൊക്കെ ബിസിനസ്സുകാരല്ലേ. അത് അയാളുടെ ഭാര്യൻ്റെ ഓർമ്മ ഇതാക്കാൻ നമ്മൾ ചെല്ലുമ്പോൾ പൈസ കൊടുക്കണം. പക്ഷെ കുഴപ്പമില്ല, അത് അവിടെ കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനവിടെ ചെന്ന് കുറച്ചൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് ബോറടി. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു സ്റ്റാഫിനെ പരിചയപ്പെട്ടു. അതാണ് ഈ മീന. ചില ആൾക്കാരെ നമ്മൾ പരിചയപ്പെട്ടാലേ ഒരു വല്ലാത്ത അടുപ്പം തോന്നും. വൺ വേ ആയിട്ട് കാര്യമില്ല, രണ്ടാൾക്കും പരസ്പരം ഉണ്ടാവണം. ശരിക്കും ഞാൻ അതിന് പോയ പോലെ ആയിപ്പോയി. ഏതോ ജന്മത്തിൽ ഞങ്ങൾ തമ്മിൽ ബന്ധം ഉണ്ടായിരുന്ന പോലെയാണ് ഞാൻ ഇവളായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ. ഞാൻ എന്തൊക്കെയോ പറയണം, അവൾ എന്തൊക്കെയോ പറയണം, വിശേഷങ്ങൾ പങ്കുവെക്കണം. അടുത്തുനിന്ന് പോകാൻ തോന്നല്ല, അവൾക്കും അതേ ഫീല്. അങ്ങനെ കുറേ നേരം, വൈകുന്നേരം അവളൊക്കെ ഞാൻ ചുറ്റിപ്പറ്റിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ഞാൻ പോരാൻ നേരത്ത് പറഞ്ഞ് ഞാൻ നാളെ വരാമെന്ന്. അപ്പോൾ എന്നോട് വെച്ച് മുഴുവൻ കണ്ടില്ലേ ചേച്ചി, അതിനല്ല നിന്നെ കാണാനാണ്, നിന്നെ എനിക്ക് ഇഷ്ടമായി അറിയാം, ഓൾവേസ് വെൽക്കം പറയും. അങ്ങനെ ആ പോകൽ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനവിടെ ചെല്ലും. ഞങ്ങൾ ഭയങ്കര കമ്പനിയായി. അപ്പോൾ നിൻ്റെ വീട് എവിടെ വെച്ച് അവളോട്. അപ്പോൾ അവൾ പറഞ്ഞു ദേവരക്കൊണ്ട എന്നൊരു സ്ഥലം. അപ്പോൾ ഞാൻ ചോദിച്ച്, ആ സ്ഥലം കേട്ടിട്ടുണ്ടല്ലോ, ഫേമസ് ആണല്ലോ, എന്തോ ഒരു സിനിമാ നടൻ്റെ നേറ്റീവ് പ്ലേസാണ് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു നിൻ്റെ ഗ്രാമം എനിക്കൊന്ന് കാണണം, നീ ജനിച്ച് വളർന്ന സ്ഥലം ഗ്രാമമൊക്കെ എനിക്ക് കാണാൻ നല്ല ഇഷ്ടമുണ്ട് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ഇവിടെ നിന്ന് ഒരുപാട് ദൂരമുണ്ട്, ബസ്സൊന്നും അങ്ങനെയില്ല. ഞാൻ പറഞ്ഞു ഞാൻ ടാക്സി വിളിക്കാം. അപ്പം ഞാൻ ആ വഴിക്ക് കുറച്ച് ഇപ്പുറത്ത് കൂടി ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്, ഈ ശ്രീശൈലം എന്ന് പറയുന്ന സ്ഥലം. അങ്ങോട്ട് പോകുമ്പോൾ കുറേയൊക്കെ ഫോറസ്റ്റാണ്, ഈ വൈൽഡ് ആനിമൽസിനെ കാണാൻ പറ്റും. അന്ന് ഞാൻ രാവിലെ ടാക്സി വിളിച്ച് പോയിട്ട് വൈകുന്നേരം വന്നത്. ഇത് ഏകദേശം അവൾക്ക് എത്താനാവുമ്പോൾ ലെഫ്റ്റിലേക്ക് ടേൺ ചെയ്ത് പോകണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ടാക്സി വിളിക്കാതെ നമുക്ക് പോകാറില്ല. അപ്പോൾ അവൾ പറയാം അങ്ങനെ പോകാനൊന്നും പറ്റൂല, എൻ്റെ നാട്ടിൽ അങ്ങനെ ഒരു സ്ട്രേഞ്ചറൊക്കെ ആയിട്ട് കാറിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കഥ കഴിയും. അതൊക്കെ അങ്ങനത്തെ ഒരു സ്ഥലങ്ങളാണ്. ഞാൻ പറയാം എന്നാലും നീ ജനിച്ചു വളർന്ന ഗ്രാമമൊക്കെ എനിക്കൊന്ന് കാണണം.
ഞാൻ ഒരു വണ്ടി അറേഞ്ച് ചെയ്യാം, നീ ആ വണ്ടിക്കാരനെ കറക്റ്റ് ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുക്കണം പറയും. അപ്പോൾ അവൾ പറഞ്ഞു അത് ഞാൻ ചെയ്യാം. എന്തിനാ അത്ര പൈസ ചിലവാക്കണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിന്നെ എനിക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞില്ല, അപ്പോൾ നീ ജനിച്ച് വളർന്ന സ്ഥലമോ ഇതൊക്കെ ഒന്ന് കാണാനൊരു ആഗ്രഹം, വേറൊന്നും കൊണ്ടല്ല പറയും. നീ വരില്ലല്ലോ ചോദിച്ചു. നമുക്ക് വരാൻ പറ്റില്ല പറയും. അങ്ങനെ ആ ടാക്സിയിലും പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ വേറൊരു പ്രത്യേകതയുണ്ട്. ഗാന്ധി ജയന്തിയാണ്, ഗാന്ധി സമാധി എന്തോ. അപ്പം ഞാൻ കേരളത്തിലെ ഓർമ്മ, കള്ളൊക്കെ ഇവിടെ കിട്ടൂലല്ലോ ഗാന്ധിജി മരിച്ച ദിവസം. ആന്ധ്രാപ്രദേശിലൊന്നും ആ പ്രശ്നമില്ല, ഗാന്ധി ജയന്തിക്കും ലിക്കർ ഷാപ്പ് തുറന്നിട്ടുണ്ട്. അപ്പം ഞാൻ കുറച്ച് ടിൻ ബിയറും പിന്നെ കുറച്ച് വോഡക്കയൊക്കെ വാങ്ങി വണ്ടിയിൽ വെച്ച്, അടിക്കാൻ വലിയൊരു മൂടില്ല, ഒരു 2 ബിയർ പിടിച്ചു. ഏതായാലും ആ സ്ഥലത്തൊക്കെ പോയി ഞാൻ കണ്ട് നോക്കുമ്പോൾ ഉണ്ടല്ലോ അവരുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ പറ്റ ശോകമാണ്. അതിനവിടെയൊക്കെ പോയി തിരിച്ചു വന്ന് ടാക്സി ഡ്രൈവറിന് പൈസയൊക്കെ കൊടുത്ത് പിറ്റേ ദിവസം ഞാനിവിടെ കാണാൻ പോയി. അതേ ഞങ്ങൾ ഭയങ്കര അടുപ്പമാണ്. അങ്ങനെ ഞാൻ ചോദിച്ചു നമ്മൾക്കൊരു ദിവസം ഒരുമിച്ച് ചിലവഴിച്ചുകൂടി വെച്ച്. ഞാൻ സ്ട്രെയിറ്റ് മാറ്ററിലേക്ക് കിടന്നു. അപ്പോൾ അവൾക്ക് ഈ സ്ഥാപനം വക താമസ സൗകര്യമുണ്ട്, ഡെയിലി പോയി വരലല്ല ഇവള്, അപ്പോൾ രാത്രി ഇവള് ഫ്രീയാണ്. അങ്ങനെ ഞങ്ങൾ ശംഷാബാദ് പോയിട്ട് റൂം എടുത്ത്. സത്യം പറഞ്ഞാൽ എൻ്റെ ഒപ്പം തന്നെ ഒരു പെണ്ണിനെ കളിച്ചിട്ട് എനിക്കിങ്ങനെ ഫീൽ ഉണ്ടായിട്ടില്ല. അതായത് എൻ്റെ പോളിസി എന്ന് പറഞ്ഞാൽ എൻ്റെ ഓപ്പോസിറ്റ് സെക്സിലുള്ള ആരാ ആ ആളെ നല്ലോണം എൻ്റർടൈൻ ചെയ്യിച്ചിട്ട് അവരുടെ സുഖത്തിൻ്റെ കൊടുമുടിയിലെത്തിക്കുക. അതാണ് ഞാൻ പഠിച്ച പാഠം. സെയിം ആളവള് നമ്മളെ ഇങ്ങോട്ട് അതേപോലെ തന്നെ, ഒരറപ്പോ വെറുപ്പോ ഒന്നുമില്ല. മോഡൽ ഇവളെന്നെ കളിക്കാം. സത്യം പറഞ്ഞാൽ എന്നേലും വളരെ പ്രായം കുറവ്. ഇവൾക്ക് ഇതൊക്കെ എങ്ങനെ വശം? പല മോഡൽ, ഞാനും കൂടി മനസ്സിലാക്കാത്ത മോഡലും കൂടുതലും അവൾക്ക് മുകളിൽ കയറാൻ ഇഷ്ടം. അപ്പോൾ അവളുടെ മുഖഭാവമൊക്കെ ഒന്ന് കാണണം, ഒരു വാശിയാണ്. അതേപോലെ നമ്മൾ മുകളിൽ കയറിയാലും അവൾ കാലൊക്കെ അകത്തി വെച്ചാലും അതിൻ്റെ ഉള്ളിൽ കൂടി ഉണ്ടാവുള്ളൂ കുറേ നേരം നമ്മൾ എൻ്റർടൈൻ ചെയ്യിക്കും. പിന്നെ ഈ ബന്ധം വളർന്ന് ഫ്രീ ആയ ശംഷാബാദ് പോയി റൂം എടുക്കൽ. അവളൊരു ദിവസം എന്നോട് പറഞ്ഞേ ഞാൻ നിങ്ങളുടെ ഭാര്യ ആയിരുന്നെങ്കിൽ എന്ത് രസമുണ്ടാവും. പക്ഷെ നടക്കൂല. കാരണം അവളുടെ ഗ്രാമം, അവരുടെ ജാതി, ഈ സെറ്റപ്പൊക്കെ ഒരിക്കലും ഒരു അന്യം മതക്കാരനെ ഒരിക്കലും സ്വീകരിക്കാൻ പറ്റില്ല. പിന്നെ ആ ബന്ധങ്ങളൊക്കെ വലിച്ചെറിഞ്ഞ് പോരേണ്ടി വരും. അതിനവൾക്ക് കഴിയില്ല. എനിക്കും തോന്നി ഇത് നല്ലൊരു പെണ്ണാളാണ്. പിന്നെ വേറെയുള്ള സംശയരോഗികൾ ചിന്തിക്കണ പോലെ ചിന്തിക്കുകയാണെങ്കിൽ ഇവളെങ്ങനെ ഈ കളിയൊക്കെ പഠിച്ച്, ഇവിടെയുള്ള ആൾക്കാർ അങ്ങനെയല്ല ചിന്തിക്കുള്ളൂ. നല്ലോണം അടിച്ച് തന്ന മോളിക്കറിയൊക്കെ പണിയെടുത്ത് ഇവക്ക് നല്ല പരിപാടി നിശ്ചയമുണ്ടല്ലോ, ഇവളിതിൻ്റെ ആളാന്നൊക്കെ പറഞ്ഞോളെ. പക്ഷെ എനിക്കങ്ങനെയല്ല, അവളുടെ ഹിസ്റ്ററി ഒന്നും എന്നെ ബാധിക്കണ കാര്യമല്ല. ഞാനവിടെ നിന്ന് പോരോളം ഞങ്ങൾ റിലേഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒരുമിച്ച് ജീവിക്കാൻ അവൾക്ക് ആഗ്രഹമുണ്ടായി, എനിക്കുണ്ട്. പക്ഷേ ഒരിക്കലും കൂടിച്ചേരാത്തൊരു ബന്ധമാണ്. തൽക്കാലത്തെ ഒരു എന്താ പറയുക അട്രാക്ഷനിൽ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്ന് അവൾ തന്നെ എന്നോട് പറയാം. നല്ല പക്വതയുള്ള പെണ്ണ്, എന്നേലും ഒരു 10 വയസ്സിലുള്ളതാണ്. പക്ഷേ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ എന്തെങ്കിലും സാധനം ബാർഗെയിൻ ചെയ്യാനോ അല്ലെങ്കിൽ തീരുമാനം എടുക്കാനൊക്കെ അത് നമ്മൾ വല്ലാണ്ട് കെയർ ചെയ്യും. അതിലൊരു ഭക്ഷണം കഴിച്ചാൽ പൈസ നമ്മൾ കൊടുക്കാൻ പോലെ അവൾക്ക് വിഷമമാണ്. അപ്പോൾ ഞാൻ പറയും ഞാൻ കൊടുത്താളാണ്, നീ ചെറിയ ശമ്പളമുള്ള ആളല്ലേ, പ്രശ്നമാക്കേണ്ട പറയും. ഞാൻ കുറേ പ്രാവശ്യമൊക്കെ കളിച്ചപ്പോൾ ഞാൻ കുറച്ച് പൈസ കൊടുത്ത് അവൾക്ക്, അത് അവൾ അപമാനിച്ചതിന് തുല്യമായിപ്പോയി. അവളെന്നോട് പറയാം. ഞാൻ പറയാം അങ്ങനെയല്ല, നമ്മൾ നല്ല സുഹൃത്തുക്കളല്ല, നിനക്ക് എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി തന്നത്, അല്ലാണ്ട് പരിപാടിൻ്റെ കൂലിയല്ല പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചവളെ. അങ്ങനെ കറുത്ത മീൻ വെളുത്ത മീനാണ് ഹൈദരാബാദ്. അവിടെ തന്നെ ഞാൻ പറയാം 1, 2, 3. പിന്നെ മലയാളി അവിടെ വന്ന് സെറ്റിലാക്കണം, ഹോട്ടലിൽ നോക്കിയാൽ ശരിക്കും വിരലും മേൽ എണ്ണേണ്ടി വരും. പക്ഷേ ഈ മീൻ തന്നെ ഞാൻ മരിച്ചാലും മറക്കില്ല. പിന്നെ അവിടെ നിന്ന് നമ്മൾ പോരേണ്ടി വന്നാൽ പിന്നെ അങ്ങോട്ട് പോകില്ലല്ലോ.
പിന്നെ കത്തെഴുതലും ബന്ധങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് പറയാം. ഇപ്പം എവിടെയാണ് സുഖമായിട്ട് ജീവിക്കുന്നുണ്ടാവും. അങ്ങനെ ജീവിക്കട്ടെ, അത്രേ ഉള്ളൂ. ആ ചില റിലേഷൻ നമ്മൾക്ക് ബന്ധപ്പെടുന്നതാ. ഞാൻ ഒരിക്കലും ബിർള മന്ദിർ ആ ടെക്നിക്കൽ ഇതിലെ നമ്മളെ കാണാൻ പോകാമെന്ന് വിചാരിച്ച ആളല്ല. രാവിലെ എനിക്കൊരു ഉൾവിളി ഉണ്ടായി, ഒന്ന് അങ്ങോട്ട് പോയി കണ്ടുപോരാ. ഈ ടെക്നിക്കലൊക്കെ ആയിട്ടുള്ള ഇതല്ലേ, ശാസ്ത്രീയമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയൊരു സ്ഥാപനം, അങ്ങനെ തോന്നിപ്പോയതാ. അത് പോയത് എൻ്റെ ഒരു ഭാഗ്യത്തിനായിരുന്നു. ചില ആൾക്കാർ നമ്മുടെ ലൈഫിൽ വന്ന് കുറച്ച് നാൾ നമ്മളോടൊപ്പം ആടിപ്പാടും, അത് കഴിഞ്ഞ് അവരെവിടെയോ പോയി മറിയും. എൻ്റെ ലൈഫിൽ അങ്ങനെ കുറേ പേര് വന്നിട്ടുണ്ട്. നമസ്കാരം.